നമസ്കാരം. വ്യാഴം രോഹിണി നക്ഷത്രത്തിലൂടെ വക്രഗതിയിൽ ഗോചരം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ചൊവ്വ വക്രഗതിയിൽ ഗോചരം ചെയ്യാൻ പോവുകയാണ്. ഇത് കർക്കിടകം രാശിയിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയങ്ങൾ എന്നത്, കുറച്ച് നാളത്തേക്കുള്ള ഈ ഒരു സമയം എന്നത് മകരം രാശിക്കാരെയും മകരം ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ 7ാം ഭാവത്തിലാണ് മകരം രാശിയാണെങ്കിലും മകരം ലഗ്നമാണെങ്കിലും 4ാം ഭാവാധിപനും അതുകൂടാതെ 11ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ വക്രഗതിയിൽ ഗോചരം ചെയ്യാൻ പോകുന്നത്. ചൊവ്വയുടെ വക്രഗതിയാണെങ്കിലും വ്യാഴത്തിൻ്റെ വക്രഗതിയാണെങ്കിലും അത് നിങ്ങളെ കൂടുതലായിട്ടും മറ്റുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കുന്നു, നിങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനമാനം, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. ചന്ദ്രൻ്റെ രാശിയായതുകൊണ്ട് അത് ഇമോഷൻസിനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ 7ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ 5ാം ഭാവത്തിലൂടെ വ്യാഴവും ഗോചരം ചെയ്യുന്നത് വക്രഗതിയിൽ. അപ്പോൾ ഇത് ഒരുവിധം നല്ല ദശയൊക്കെ ആണെങ്കിൽ മകരം ലഗ്നക്കാർക്ക്, മകരം രാശിക്കാർക്ക് ഇത് വലിയ പ്രശ്നമില്ലാത്ത സമയം തന്നെയാണ്. 7.5 ശനി കൂടി കഴിയാൻ പോകുന്ന ഈ ഒരു സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്. പക്ഷേ ഇത്തരം ഗ്രഹങ്ങൾ, ഇത് 7ാം ഭാവത്തിൽ ചൊവ്വയുടെ വക്രഗതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 5ാം ഭാവത്തിൽ വ്യാഴം, നിങ്ങളുടെ 12ാം ഭാവത്തിൻ്റെ അധിപനും 3ാം ഭാവത്തിൻ്റെ അധിപനും ആയിട്ടുള്ള വ്യാഴം, അതായത് വ്യാഴം എന്നത് മകരം രാശി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എന്നത് അത്ര വലിയൊരു ശുഭഗ്രഹം അല്ല. ലഗ്നം രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നാച്ചുറലി ബൃഹസ്പതിയാണ്, ഗുരുവാണ്, ശുഭഗ്രഹം തന്നെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നന്മ തരുന്ന ഒരു സ്വഭാവം, അറിവ് തരുന്ന സ്വഭാവം അത് നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് ജ്ഞാനം ലഭിക്കുന്നതിലൊന്നും തടസ്സമില്ല, ആധ്യാത്മിക കാര്യങ്ങൾക്കും തടസ്സമില്ല. പക്ഷേ മറ്റു കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിലൂടെ 5ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട്, അതുപോലെ പ്രായം ഇവിടെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ പഴയ റിലേഷൻഷിപ്പൊക്കെ തിരിച്ചു വരാനുള്ള സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഫ്രസ്ട്രേഷനും കൊണ്ടുതരും. ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും ഒന്ന് പിടിച്ചു കുലുക്കുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യം, അതുപോലെ നിങ്ങളുടെ ആരോഗ്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ തുടങ്ങിയ അസുഖങ്ങളുള്ളവരാണെങ്കിൽ, അതുപോലെ ലിവറിനെ സംബന്ധിച്ച് പ്രശ്നമുള്ളവരാണെങ്കിലൊക്കെ ഒന്നുകൂടി കെയർഫുൾ ആകണം. അതുപോലെ ജീവിത പങ്കാളിയുടെ ഇത്തരം കാര്യങ്ങളാണെങ്കിലും, ഈ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അവിടെയും ഒന്ന് ശ്രദ്ധിക്കണം. പൊതുവേ ഒരു എന്താ പറയുക, പൂർവ്വജന്മ പുണ്യം ഒന്ന് ആക്ടിവേറ്റ് ആകുന്ന സമയമാണ് ഇത് 5ാം ഭാവത്തിൽ വക്രഗതിയിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആരാണോ കൂടുതൽ നാമജപങ്ങൾ ചെയ്യുന്നത്, തീർത്ഥയാത്രകൾ ചെയ്തത്, ആരാണോ കൂടുതൽ ആധ്യാത്മിക ചിന്തകളൊക്കെ ആയിട്ടിരിക്കുന്നത്, അവർക്ക് ഒരുവിധം നല്ല സമയം തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും ഏതെങ്കിലുമൊക്കെ റിലേഷൻ, ഇത് പ്രണയം തന്നെ ആകണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് 7ാം ഭാവം എന്ന് പറയുമ്പോൾ അത് മറ്റു വ്യക്തികളാണ്, ഓപ്പോസിറ്റുള്ള ആളാണ്. അതുപോലെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാണ്, ജീവിത പങ്കാളിയാണ്. അതുകൂടാതെ നിങ്ങൾ സമൂഹത്തിലൊരു നിലയും വിലയുമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു കലാകാരനോ, അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സ്ഥാനമാനമുള്ള ഒരു വ്യക്തി, അത് ഒരു ഓഫീസിൽ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ബാക്കിയുള്ള ഒരു വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പണം തന്നെ കൊടുക്കൽ വാങ്ങലുകൾ ആകാൻ ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇത് ഇമോഷണൽ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക്, അതിനും സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വന്നേക്കാം. പെട്ടെന്ന് എന്താ പറയുക, അതായത് മറ്റു വ്യക്തികൾ എന്നൊരു ഭാഗമാണ് 7ാം ഭാവം. അപ്പോൾ അവിടെ ചന്ദ്രനാകുമ്പോൾ അത് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതേ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ 3ാം ഭാവത്തിൻ്റെയും 12ാം ഭാവത്തിൻ്റെയും അധിപനായതുകൊണ്ട് നിങ്ങളുടെ 12 എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ്, 3 എന്ന് പറയുന്നതും ഗുരുവിൻ്റെ ആശ്രമം തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഗുരുവിനെ സംബന്ധിക്കുന്ന, നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങൾക്ക് അഡ്വൈസ് തന്ന ആൾക്കാർക്ക്, നിങ്ങളുടെ അധ്യാപകർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില കർത്തവ്യങ്ങളും പൂർത്തിയാക്കേണ്ടതായിട്ട് വരും. അതുപോലെ പിതാവിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം. പക്ഷേ ഇത് പെട്ടെന്ന് വിചാരിക്കാത്ത സമയത്ത് ഒരുപാട് വർഷം, ചിലപ്പോൾ 12 വർഷം ഒക്കെ മുന്നേ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അതൊരു പക്ഷേ നിങ്ങളുടെ ഓഫീസിലെ ഒരാളായിരിക്കാം,
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പെൻഡിങ് ആയിട്ടുള്ളത് തീർക്കാനുള്ള ആൾക്കാർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രണയം എന്നൊരു കാര്യത്തിലും അതുപോലെ എന്താ പറയുക, ആ ഒരു ഡിവോഴ്സായി കഴിഞ്ഞൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പഴയ പാർട്ട്ണറുമായിട്ട് വീണ്ടും, അതായത് പഴയ ജീവിത പങ്കാളിയുമായിട്ട് വീണ്ടും എന്തെങ്കിലും കാരണവശാൽ ഒരു ടച്ചിൽ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതൊക്കെ ദശകൾക്കനുസരിച്ചിട്ടാണ് ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ആണ് തീർച്ചയായിട്ടും ഫലം വരുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ പൂർത്തിയാക്കാനുള്ളൊരു അവസരമാണ് വ്യാഴം തരുന്നത്. അപ്പോൾ പണം ഇടപാടുകളാണെങ്കിൽ അത് കൊടുത്തു തീർക്കാനുള്ള സമയമാണ്. അതായത് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട സമയമാണ്. പ്രത്യേകിച്ച് 7.5 ശനി കഴിയുമ്പോഴും അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ശനി നല്ല ഫലങ്ങൾ തരും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതൊരു ഇമോഷണൽ ആവശ്യമാണെങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിലും ധനപരമായിട്ടുള്ള ആവശ്യമാണെങ്കിലും റിസോഴ്സസ് സംബന്ധിച്ച് ഈ 2 രാശികളും, ഇടവം എന്ന് പറഞ്ഞാലും റിസോഴ്സസിൻ്റെയാണ്, അസറ്റ്സിൻ്റെയാണ്. അതായത് പണമിടപാടുകൾ, അതുപോലെ ചന്ദ്രൻ്റെ രാശി കർക്കിടകം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്ന കാര്യം, അമ്മ, ചന്ദ്രൻ അമ്മയെ കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ കർമ്മബന്ധങ്ങൾ പൂർത്തിയാക്കാനുള്ളൊരു സമയം കൂടിയാണ് വരുന്നത്. അപ്പോൾ പൊതുവേ എന്താ പറയുക, ഇത് പൊതുവേ വ്യാഴമായതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ടുള്ള പ്ലാനറ്റാണ്. ചന്ദ്രനും സോഫ്റ്റായിട്ടുള്ള പ്ലാനറ്റാണ്. ശുക്രൻ്റെ രാശിയിലാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ചൊവ്വയുടെ കാര്യം അങ്ങനെയല്ല. ചൊവ്വ നീചസ്ഥനും വക്രഗതിയിലുമാണ്. പിന്നീട് അത് മിഥുനത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചൊവ്വയുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുടെ ആരോഗ്യമായാലും, നേരത്തെ എന്തെങ്കിലും ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടി എന്താ പറയുക, സർഫേസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, പലതും പൂർത്തിയാക്കി കൊടുക്കേണ്ടി വരും. അതുകൂടാതെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും, ഇത് തന്നെ ബിസിനസ് പാർട്ട്ണറുമായിട്ടും പേപ്പർ വർക്കുകൾ, നേരത്തെ ഒപ്പിട്ട കരാറുകൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടുന്ന സമയമാണ്. ചൊവ്വ അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും പാർട്ട്ണർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നീങ്ങേണ്ടുന്ന ഒരവസ്ഥ വരും. ഇത് തന്നെയാണ് നേരത്തെ തന്നെ ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവോഴ്സ് കൊടുക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെ ഇടപെടലുണ്ടാകും. അതായത് ഇത്രയും കാലമായിട്ട് ഇത് നീട്ടി വെച്ചിരിക്കുകയല്ലേ, ഇനിയൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം, അത്തരം ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ചൊവ്വ തരാൻ പോകുന്നത് കുറച്ച് വിഷമങ്ങൾ അവിടെ കൊണ്ടുതരും. ഇത് തന്നെ നിങ്ങളുടെ ദശാകാലങ്ങൾ, മകരം ലഗ്നക്കാരൊക്കെ ആണെങ്കിൽ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ കുറേയൊക്കെ ഇവിടെ ആധ്യാത്മിക ചിന്തകൾ തന്നെയാണ് നമ്മളെ എപ്പോഴും രക്ഷിക്കുന്നത്. നാമജപങ്ങളാണ്. നാമജപങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിന് നമുക്കൊരു ഗുരുവിൻ്റെ ഗൈഡൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നാമം ജപിക്കാവുന്നതാണ്. അപ്പോൾ നാരായണനെ ശരണം പ്രാപിക്കുക, നാമജപം ചെയ്യുക. ചൊവ്വയായതുകൊണ്ട് ഹനുമാൻജിയെ ശരണം പ്രാപിക്കുക. ഹനുമാൻ ചാലിസ വായിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നല്ല പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകും, അതുപോലെ ധൈര്യവും ഉണ്ടാകും. പക്ഷേ ഇത് അമിതമാകാതിരിക്കാനും എടുത്തു ചാടാതിരിക്കാനും ശ്രദ്ധിക്കണം. ബിസിനസ് പാർട്ട്ണർ ആണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും, കൂടാതെ മറ്റുള്ളവർ എന്ന ഒരു കാര്യത്തിൽ അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു NGOയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ അധ്യാപകർ, സമൂഹത്തിൽ സ്ഥാനമുള്ളവർക്ക്, അതുപോലെ കലാകാരന്മാർ, അതായത് നിങ്ങൾക്ക് ഒരു വിഭാഗം ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നിങ്ങളെ ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു നിലയും വിലയും ഒക്കെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ചൊവ്വയുടെ കർക്കിടകത്തിലൂടെയും മിഥുനത്തിലൂടെയുമുള്ള ഒരു ഗോചരം എന്നത്, അതായത് ചൊവ്വയുടെ വക്രഗതി സമയം എന്നതൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ആൾക്കാരെ ഇപ്പോൾ സ്വാധീനിക്കാൻ പറ്റുന്ന സമയമാണ്. പക്ഷേ അത് വളരെ സൂക്ഷിക്കണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു സമയത്ത് ഇമോഷൻസിൻ്റെ രാശിയാണ് കർക്കിടകം, വൈകാരികതയാണ്. അത് മാത്രമല്ല ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നു. മകരം എന്ന് പറയുമ്പോൾ ശനിയാണ്, അതും
വലിയ വിഭാഗം ജനതയെ സൂചിപ്പിക്കുന്നു, പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നു, പ്രായോഗികതയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ലോജിക്കലായിട്ട് പ്രായോഗികത ഉള്ള, അതുപോലെ ശാസ്ത്രങ്ങളെയൊക്കെ, അതായത് നമ്മുടെ സനാതനധർമ്മത്തിലെ ഗ്രന്ഥങ്ങളെയൊക്കെ ഉദ്ധരിച്ചിട്ടൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം വളരെ വ്യക്തമാക്കി കൊടുത്തിട്ട് വേണം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും. അങ്ങനെ ഒരു സോഷ്യൽ റിഫോർമേഷന് നിങ്ങൾക്ക് അവസരം വ്യാഴം ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രഭാവശാലിയായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരാളാണെങ്കിൽ, ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആളാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ അവരുടെ പൊട്ടൻഷ്യൽ സ്കിൽസ് കാണിച്ചു കൊടുത്തിട്ട് സമൂഹത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ സ്വാധീനിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഗോചരം നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടു തരുന്നത്. ഇത് മറ്റൊരാളുടെ വെറുപ്പ് സമ്പാദിക്കണോ, ആർഗ്യുമെൻറ്റ്സിലേക്ക് പോയിട്ട്, അതുപോലെ പിണങ്ങിയിരിക്കാനായിട്ട്, അതുപോലെ പങ്കാളിയുമായിട്ട് വഴക്കിട്ടിട്ട്, അതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ധാർമ്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം, സ്ഥാനം, പൊസിഷൻ, അറിവൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ കൂടി നന്മയുടെ മാർഗത്തിലേക്ക്, അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന മേഖലകളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് ഇതിനെ ഉപയോഗിക്കണോ എന്നതൊക്കെ നിങ്ങളുടെ കർമ്മമാണ്, നിങ്ങളുടെ കയ്യിലാണത്. അതാണ് മകരം ലഗ്നത്തിൽ ജനിക്കുമ്പോൾ ഉള്ള പ്രത്യേകതയും. കർമ്മം ചെയ്യാനായിട്ട് വന്നതാണ്. ധനുവിൽ നിന്ന് ധാർമ്മികതയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോഴുള്ളൊരവസ്ഥയാണ് മകരത്തിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ധാർമ്മികതയോടുകൂടി കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം പ്രാക്ടിക്കൽ ആവേണ്ടതാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആൾക്കാരാണ്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ലാഭമെടുക്കാനായിട്ട് കുംഭത്തിലേക്ക് അടുത്ത ജന്മങ്ങളിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് മകരം ലഗ്നമാണെങ്കിലും മകരം രാശിയാണെങ്കിലും ഇപ്പോൾ വ്യാഴം 12ാം ഭാവാധിപനായിട്ട് ഉള്ള ഈ വ്യാഴം ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ, ചന്ദ്രൻ്റെ രാശിയിൽ ചൊവ്വ നീചസ്ഥനായിട്ട് വക്രഗതിയിൽ വരുമ്പോൾ ചേട്ടൻ നിങ്ങളിതിനെ വളരെയധികം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എത്രമാത്രം നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ അനുഭവ പരിചയത്തെ, എക്സ്പീരിയൻസിനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവോ അത്രയും നല്ലതാണ്. അപ്പോൾ പൂർവ്വജന്മ പുണ്യപാപങ്ങളുടെ ഭാവത്തിൽ വ്യാഴം രോഹിണിയിൽ ഗോചരം ചെയ്യുമ്പോൾ ഇവിടെ ദശകൾക്കനുസരിച്ചിട്ട് പാസ്റ്റ് ലൈഫിൽ നിന്ന് വ്യക്തികൾ വരാൻ സാധ്യതയുണ്ട്. അതൊരു പുതിയ പ്രണയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർക്കൊക്കെ അത് വിവാഹത്തിലേക്ക് പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല അഡ്വൈസ് എടുക്കേണ്ടതാണ്. റിലേഷൻഷിപ്പ് കാര്യങ്ങൾക്ക്, പുതിയ റിലേഷൻഷിപ്പ് ആയാലും പഴയ, അതായത് നിങ്ങൾ വിട്ടുകളഞ്ഞ, നിങ്ങളെ ഒരു ബ്രേക്കപ്പ് വന്നിട്ട് പോയ അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് പോയിട്ടുള്ള ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഒക്കെ ഒന്ന് സാവകാശം കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആ ബ്രേക്കപ്പ് സംഭവിച്ചത്, ഇനി ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നമ്മൾ സൂക്ഷിക്കണം, സമയം കൊടുക്കണം. കോൺട്രാക്റ്റിൻ്റെ സൈൻ ചെയ്യുന്ന രാശിയിലേക്കാണ്, മിഥുനത്തിലേക്കാണ് ചൊവ്വ ഗോചരം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പേപ്പർ വർക്കിലേക്ക് മാറ്റുമ്പോൾ, ലീഗലി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഈ ഒരു സമയത്ത് എടുത്തു ചാടി ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നതോ കല്യാണം കഴിക്കാൻ പുറപ്പെടുന്നതോ ഒന്നും അത്ര ശരിയല്ല. പെട്ടെന്നുണ്ടായ ബന്ധങ്ങളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ദീർഘകാലമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിനെ പറ്റിയല്ല പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ അത് എവിടെയൊക്കെ ഇരിക്കുന്നു, കാരണം ആ ഗ്രഹങ്ങളാണ് ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് കർമ്മങ്ങളെ കാണിക്കുന്നത്. അതായത് അതാണ് ആ ഒരു കർമ്മത്തിൻ്റെ വിത്ത് എന്നത്. ആ ഒരു നക്ഷത്രം, ആ ഗ്രഹം ഇരിക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന് കഥകൾ പറയാനുണ്ടാകും. ആ ഗ്രഹത്തെ സംബന്ധിച്ചിട്ടുള്ള അത് ഏത് ഭാവത്തിലിരിക്കുന്നു, എന്താണ് ലഗ്നം, അതുപോലെ ഏത് ദശാകാലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ, ആ ഗ്രഹത്തെ സംബന്ധിക്കുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ആ ദശാകാലത്തിനനുസരിച്ചിട്ടാണ് ഫലങ്ങൾ വരുന്നത്. ഗോചരത്തിലെ കാര്യമാണ് ജനറൽ പ്രഡിക്ഷൻസിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇത് കമ്പയർ ചെയ്ത് നോക്കാൻ അറിയുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. അഡ്വൈസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആചാര്യനെ കണ്ടിട്ട് വിഷമം ഉള്ള സമയമാണെങ്കിൽ അഡ്വൈസ് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു വരുന്ന സമയങ്ങളിൽ. എന്തായാലും ഒരുവിധം നല്ല സമയമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ആ റിലേഷൻഷിപ്പ് കാര്യങ്ങളും പ്രോപ്പർട്ടി കലഹങ്ങളും ആർഗ്യുമെൻറ്റ്സും ഒന്ന് സൂക്ഷിച്ചാൽ മതി. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ മകരത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ ഒരു കൂട്ടായ്മയോടുകൂടി സമൂഹത്തിലേക്ക് നന്മ ചെയ്യാനുള്ളൊരു ജന്മമാണ്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ സെൽഫ് സെൻറ്റേർഡായിട്ടിരിക്കാൻ, സ്വാർത്ഥമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല.
അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ദുഃഖവുമായിരിക്കും മകരത്തിൽ ജനിക്കുമ്പോൾ. അത് മകരം ലഗ്നമായാലും മകരം രാശിയാണെങ്കിലും. അതുകൊണ്ട് എത്രമാത്രം നമ്മളത് അറിവ് കൊണ്ടായാലും ശരീരം കൊണ്ട് ചെന്ന് സഹായിക്കുന്നതാണെങ്കിലും നമ്മുടെ വാണി കൊണ്ടായാലും അറിവ് കൊണ്ടായാലും ധനം കൊണ്ടായാലും അങ്ങനെ പബ്ലിക്കിന് വേണ്ടി കൊടുക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ ചില ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ധാർമ്മികമായിട്ടുള്ള തീർത്ഥയാത്രകൾ ചെയ്യാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഭഗവത് സ്മരണയുണ്ടാവുക, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, അനന്തശയനായ നാരായണനെ പ്രാർത്ഥിക്കുക, അതുപോലെ തീർച്ചയായിട്ടും ഹനുമാൻജിയെ ആരാധിക്കുക എന്നതും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.